മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. സ്ലൊവേനിയയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പെന്ന് പരാതി. ചാലക്കുടിയിൽ ട്രാവൽ ഏജൻസി വ്യാജ വിസ നൽകി കബളിപ്പിച്ചതായി മലയാളികൾ. പട്ടിണി കിടന്ന് നരകിച്ച മലയാളികൾ ഒടുവിൽ തിരികെ നാട്ടിലെത്തി. ആശാകിരൺ വഴി സ്ലൊവേനിയയിൽ എത്തിപ്പെട്ട ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു നഴ്സാണ്. ഞാൻ അവിടെ പോയതിന് ശേഷം ആണ് അറിയുന്നത് ഇവർ പറഞ്ഞിട്ടുള്ള മാരിബോറിലുള്ള സ്വരോഗ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലവിലില്ലെന്നും അതൊരു സ്കാം ആയിരുന്നു എന്നുള്ള കാര്യം. അവിടെ പോയതിന് ശേഷം ഇവർ ഞങ്ങളോട് ഓഫർ ചെയ്തിരുന്നത് കെയർ ഹോമിലെ ജോലിയും നഴ്സായിട്ട് തന്നെ കെയർ ഹോമിലെ ജോലിയായിരുന്നു ഓഫർ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാനോ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ടും മറ്റും വർക്ക് ചെയ്തും കുറേ ദിവസം പട്ടിണി കിടന്നുകൊണ്ടാണ് കിടന്നത്. ഞാൻ അവിടെ ചെയ്ത പേയ്മെൻറ്റിൻ്റെ പ്രൂഫൊന്നും എനിക്ക് അവർക്ക് തരാൻ കഴിയാത്തതും പക്ഷം എനിക്ക് കാശ് തിരിച്ചു തന്നോളാമെന്ന് അവരോ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ വന്നു. ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ എൻ്റെ മോനെയും വൈഫിനെയും കൊണ്ടാണ് ഇവിടെ വന്ന് ഞാൻ ഇവിടെ കാശ് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരുടെ മൊത്തത്തിലുള്ള സ്വഭാവം മാറുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്കാമാണ്. 30 പേരെയുള്ള അവർ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 30 പേരും ഇപ്പോഴും സ്ട്രഗിളിലാണ്. കൈമിണ്ടായവളെയൊക്കെ കൊടുത്തു കൊച്ചി രക്ഷപ്പെട്ടിട്ടുണ്ട്. 3 പെങ്ങച്ചവളിലുണ്ട്. അത് 4 മാസം എന്ന് തിന്ന് ജീവിച്ചു. എത്ര നാളായി പോയിട്ട്? ഇന്നെനിക്ക് 1 വർഷമായി. നേർച്ച കാഴ്ച വെച്ചത് നേഴ്സിങ്ങിന് പോയിട്ടേ വല്ല പള്ളിയിലത്തെ അച്ഛന്മാരുടെ അവതാരങ്ങൾ 30 അവിടെ പിന്നെയാണ് ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് നന്നായിക്കോട്ടെ. MS ലിഷോയ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇവർ ഈ നരകം അനുഭവിച്ച എല്ലാ മനുഷ്യരും നാട്ടിലെത്തിയോ, അതോ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത്തരത്തിൽ കൃത്യമായി ശമ്പളം കിട്ടാതെയും മറ്റും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സെൻട്രൽ യൂറോപ്പിലെ ഒരു പ്രദേശമാണ് ഈ സ്ലൊവേനിയ എന്ന് പറയുന്നത്. അവിടേക്ക് നേരത്തെയും ഇത്തരത്തിൽ ഒരുപാട് പേര് ഉദ്യോഗാർത്ഥികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണോ? എന്താണ് ഇവരൊക്കെ പറയുന്നത്? എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പിന്റെ ഒരു രീതി? 2023 മുതലാണ് ഈ തട്ടിപ്പ് ആരംഭിച്ചതെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതായത് ഇവരിൽ നിന്നായി അന്ന് മുതൽ തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷം രൂപയോളം വെച്ചാണ് ഓരോരുത്തരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ബാച്ച് അടിസ്ഥാനത്തിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഈ ഒരു ബാച്ചിൽ ഏകദേശം 32ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ അവിടെ പഠനത്തോടൊപ്പം ജോലി, പലരും ഇവിടെ നഴ്സിംഗ് ജോലിയൊക്കെ തന്നെ ചെയ്യുന്നവരാണ്. അവിടെ കെയർ ഹോമിലേക്ക് ജോലി ശരിയാക്കി തരാം, അതിനോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയ കോഴ്സും ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും ഈ ആശാകിരൺ എന്ന് പറയുന്ന ഈ ചാലക്കുടി ആസ്ഥാനമായുള്ള ഈ ഏജൻസി ഇവിടെ നിന്നും ആളുകളെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇവർ ഇവിടെ നൽകിയ പണം അവിടെ ആർക്കും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവർക്ക് താമസിക്കാനൊരു ഇടമൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ആ താമസിക്കാനുള്ള ഇടം എന്ന് പറയുന്നത് 25-30 പേരൊക്കെ താമസിക്കുന്ന ഇടത്ത് 2 ടോയ്ലറ്റ് മാത്രമൊക്കെ ഉള്ള ഒരു ഇടം, അവിടെ ഇത്രയധികം ആളുകൾക്ക് തിങ്ങി പാർക്കാൻ പോലും കഴിയാത്തൊരിടം, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ്. ഒടുവിൽ അവിടെ ജോലിയുമില്ല, അതിനോടൊപ്പം തന്നെ പഠനവുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പലരും എത്തി. അങ്ങനെ അവിടെ ഈ നാട്ടിൽ നിന്ന് പണം അയച്ചു നൽകി അവിടെ കുറേ കാലമൊക്കെ കുറച്ച് പേരൊക്കെ മറ്റേതെങ്കിലുമൊക്കെ എന്നെ ജോലികൾ ലഭിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കി അവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പലരും കടം വാങ്ങിയും അതുപോലെ തന്നെ പലരും പണയം വെച്ചുമൊക്കെ തന്നെയാണ് അങ്ങോട്ടേക്കൊക്കെ തന്നെ ഈ പണമൊക്കെ തന്നെ നൽകി. ഈ ഏജൻസിക്ക് നൽകിയ പണത്തിന് പുറമെ അവർ ചെലവാക്കിയ പണം മറ്റ് വലിയൊരു തുക വേറെയുമുണ്ട്. അപ്പോൾ ഇത്രയധികം പണം മുടക്കി പോയതല്ലേ എന്ന് കരുതി അവിടെ ഒരുപാട് നാൾ പിടിച്ചു നിന്നു. പക്ഷേ അധികം ദിവസം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പലർക്കും കഴിഞ്ഞില്ല. കുറേ ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. പലരും ദാനം നൽകുന്ന ഭക്ഷണം ലഭിച്ച് അല്ലെങ്കിൽ അതൊക്കെ തന്നെ കഴിച്ച് അവിടെ തുടരുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഒടുവിൽ അതൊക്കെ തന്നെ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ചെയ്തത്. അവിടെ അധികം നാൾ തുടരാൻ കഴിയാതെ. പക്ഷേ അങ്ങനെ മടങ്ങിയെത്തിയപ്പോൾ ഈ ഏജൻസിയിൽ ഇവരുടെയൊക്കെ തന്നെ ഫോട്ടോ പതിച്ചിട്ടുണ്ട് ഉള്ള ആ വിസയുടെ ഭാഗങ്ങളൊക്കെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ ഈ ഏജൻസി വഴി പോയി രക്ഷപ്പെട്ടവരാണ് എന്നുൾപ്പെടെയുള്ള പരസ്യമൊക്കെ തന്നെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ആദ്യ പരാതി നൽകുകയും ചെയ്തു തിരുവനന്തപുരത്ത്. ആ പരാതിന്മേൽ ഈ ഏജൻസിക്കാർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ പണം തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഏജൻസിക്കാർ പണം നൽകുന്നതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. പിന്നീട് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങൾക്ക് പണം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം ഈ ഉദ്യോഗാർത്ഥികളെയൊക്കെ തന്നെ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ
ഏകദേശം 32ഓളം പേരാണ് ഈ ഒരു ബാച്ചിൽ മാത്രം ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇനി ഇതിനു മുൻപ് പോയ നിരവധി ആളുകൾക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇപ്പൊ അവിടെ ഉണ്ടോ, അതോ അവരെല്ലാരും ഒളിവിലാണോ? ഈ ഏജൻസി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ സ്റ്റാഫുകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്കൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് എന്നുള്ള ഒരു വിവരം മാത്രമാണ്. അത്തരത്തിലൊരു വളരെ ലാഘവത്തോടു കൂടി വളരെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത തരത്തിലുള്ള ഒരു മറുപടിയാണ് നമ്മളോടും പറഞ്ഞത്. ഈ പരാതിയൊക്കെ ലഭ്യമായിട്ട് പോലീസ് ഏതെങ്കിലും തരത്തിൽ അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാൻ തയ്യാറാവുന്നില്ലേ? പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഇത്തരത്തിലുള്ള ഒരുപാട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ആ ഒരു ഗണത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ചെയ്യാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കേസുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വർഷങ്ങളോളം പോകും. ഇങ്ങനെയുള്ള ഏജൻസികൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇത്തരത്തിൽ നിരവധി ആളുകളെ പറ്റിക്കുന്നു. അങ്ങനെ അതൊരു കേസായി വരുമ്പോൾ അവർക്ക് പിന്നീട് ഈ പണം തിരികെ നൽകാനായൊരു കുറച്ചധികം കാലയളവ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ കുറേ കാലം ഇത്തരത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ ഈ ഒരു പണം നൽകിയവർ തന്നെ ഒത്തുതീർപ്പിന് വരികയാണ് ചെയ്യുന്നത്. അത് കൊടുത്തതിനേക്കാൾ ഒരുപക്ഷെ പകുതി തുകയെങ്കിലും തിരികെ നൽകാം എന്നുള്ള ഒരു ഉറപ്പൊക്കെ തന്നെ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 2 കോടിയൊക്കെ തന്നെ പറ്റിച്ച ഒരു ഏജൻസിക്ക് അത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം തുക എന്തായാലും ലാഭമായി ലഭിക്കുകയും മറ്റ് ഈ കേസൊക്കെ ഒഴിവാക്കാനായി ഒടുവിൽ ഒത്തുതീർപ്പിന് വരുമ്പോൾ ഇതിൻ്റെ പകുതി പണം തിരികെ നൽകി അങ്ങനെ ഇവർ ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസികളൊക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ എത്തുമോ എന്നുള്ള കാര്യമാണ്. ഇനി എന്തായാലും കേസുമായി മുന്നോട്ട് പോകുന്നതിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളുടെയൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നതും ഒക്കെ തന്നെ കുറേ അധികം നാളുകൾ കഴിഞ്ഞാണ്. പക്ഷേ ഈ പണം നൽകിയവരാണ് ഇപ്പോഴും ബുദ്ധിമുട്ടി അവർ ദുരിതത്തിലായി നിൽക്കുന്നത്. ഏതായാലും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ലിഷോയ്, പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോട്ടെ. ഇനി ഒത്തുതീർപ്പിലൂടെ പണം തിരികെ നൽകാനാണെങ്കിലും അനുഭവിച്ച നരകയാതനയ്ക്ക് ആരും മറുപടി പറയാനില്ല എന്നതാണ്. ഏജൻസി ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നു എന്നതാണ് വിചിത്രം. തുറന്നു പ്രവർത്തിക്കുന്നു. ഏതായാലും ജീവനക്കാരൊക്കെ ഉള്ളൊരു സ്ഥാപനമാണ്, അത് പ്രവർത്തിച്ചോട്ടെ. പക്ഷേ ഇതിൻ്റെ ഉടമ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായവർ അവർ മറുപടി പറയാതിരിക്കുന്നത് മോശമാണ്. MS ലിഷോയ്ക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.